അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരത്താണ്, മാംഗ്ലൂർ. മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് ബീവി മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദർഗയുണ്ട്. ആ ദർഗയുടെ ചാരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്ന ഒരു മക്ബറയാണ് ബീവി മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പരിശുദ്ധമായ ദർഗ. ഇൻഷാ അല്ലാഹ് ദർഗയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആ നേരെ കാണുന്നതാണ് കേട്ടോ മക്കാമ്. നമ്മുടെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ മക്കബറ. ഇവിടെ നിന്ന് കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ പരിഹാരം കിട്ടുന്ന ഒരു മക്കബറയാണിത്. നമുക്ക് ചരിത്രങ്ങളൊന്നും നിലവിലറിയില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ സിയാറത്ത് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ ചരിത്ര പ്രസിദ്ധമായ മംഗലാപുരത്തെ സീനത്ത് ബഖ്ഷ് ജുമാ മസ്ജിദ് ബന്ദർ മക്കാമിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാം. ഇവിടെ മംഗലാപുരത്ത് ഏകദേശം ഹിജ്റ 22 കാലഘട്ടത്തിൽ നിർമ്മിച്ച പുരാതനമായ ഒരു പള്ളിയുണ്ട്. സീനത്ത് ബഖ്ഷ് ജുമാ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പള്ളിയിലേക്കാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മഹാനരായ ജലാലുദ്ദീൻ മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ മഖബറ സ്ഥിതി ചെയ്യുന്നത്. ബന്ദർ മൗല, ബന്ദർ വലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാനരായ ജലാലുദ്ദീൻ മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുപോലെ ഒരുപാട് മഖബറകൾ വേറെയും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മഖബറയുടെ വിശേഷങ്ങളും ചരിത്രങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. ആ ദൂരെ കാണുന്ന ആ മിനാരം, അതാണ് ആ പള്ളിയുടെ മിനാരം. ഈ കാണുന്നതാണ് ഫ്രണ്ട് ഗേറ്റ്. സീനത്ത് ബഖ്ഷ് ജുമാ മസ്ജിദ് എന്നിവിടെ ബോർഡ് വെച്ചേക്കണ കാണാൻ പറ്റും. ഹിജ്റ 22 ഈ പള്ളി നിർമ്മിച്ചത്. ഇവിടെ ഈ പള്ളിയെക്കുറിച്ച് ചെറിയൊരു വിവരണം കന്നഡയിലും അതുപോലെ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് വിശദമായ ചരിത്രം നമുക്ക് പറയാം. ഇവിടെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ പള്ളിയുടെ മുൻഭാഗത്തായിട്ടൊരു മക്കാമ് കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ സിയാറത്ത് ചെയ്ത് വന്നു. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ വിശദമായ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറയാം. അതുപോലെ മക്ബറയും നമുക്ക് കാണിക്കാം. ബന്ദർ മക്കാമിൻ്റെ പുറകിലുള്ള ഒരു കുളമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ തന്നെ ഒരു മക്കാമുണ്ട്. ആ നേരെ കാണുന്നത് ഒരു മക്കാമാണ്. മനമാട്ടി മക്കൾ എന്നറിയപ്പെടുന്ന ഒരു ദർഗയാണ് ഈ നേരെ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ പോയി വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇവിടെ കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പള്ളിയുടെ മിനാരം കുളമൊക്കെ ആയിട്ടുള്ള ഒരു വ്യൂ നോക്കി.
ബന്ദറിലെ മക്കാമിൻ്റെ പിന്നിലുള്ളൊരു കുളമാണ് കേട്ടോ. ഇവിടെ നോക്കാം, ധാരാളം മത്സ്യങ്ങളുണ്ട്. പിന്നെ ഇതാ അവിടെ ഇങ്ങനെ തുള്ളി കളിക്കുന്നതൊക്കെ മത്സ്യങ്ങളാണ്. പിന്നെ ധാരാളം മത്സ്യങ്ങളുണ്ട് ഈ കുളത്തിൽ. ഞാൻ കാണിച്ചു തരാം. മാഷാ അല്ലാ, നോക്കിയേ, മാഷാ അല്ലാ. അവിടെയൊക്കെ ആളുകൾ കാലിങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ മത്സ്യത്തിനെ കൊണ്ട് ഇങ്ങനെ കൊത്തിപ്പിക്കുകയാണ്. മാഷാ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമുക്ക് ബന്ദർ പള്ളിയുടെയും അതുപോലെ ബന്ദർ മൗലാവറുകളുടെയൊക്കെ ചരിത്രം പറയാം, പള്ളിയുടെ കാഴ്ചകളൊക്കെ കാണാം ഇൻഷാ അല്ലാ. മഹാനവറുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ചാലിയം ഷെയ്ഖ് നൂറുദ്ദീൻ ഹമദാനി തങ്ങളുടെ സന്താന പരമ്പരയിലെ പ്രമുഖനും കല്ലായി ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെട്ട അവസാനത്തെ മഹാരഥനുമായ അഷെയ്ഖ് മുഹമ്മദ് ബിൻ കമാലുദ്ദീൻ ഹമദാനി തങ്ങളുടെ കമാലിയത്ത് മംഗലാപുരം മൗല കണ്ടറിഞ്ഞു. മൗലായുടെ ഷെയ്ഖിയത്ത് കല്ലായി ഉപ്പാപ്പയും അനുഭവിച്ചറിഞ്ഞു. അവിടെ നിന്നും ബഹുമാനപ്പെട്ടവർക്ക് സുഹ്റവർദിയ ത്വരീഖത്തിൻ്റെ ഖിലാഫത്ത് ലഭിച്ചു. അങ്ങനെ 3 മശായിഖന്മാരിലൂടെ സുപ്രധാനമായ 4 സിൽസിലകൾ മൗല ജലാൽ മസ്താൻ തങ്ങളിൽ സംഗമിച്ചു. അത്ഭുതങ്ങളുടെ മഹാസാഗരമാണ് ബഹുമാനപ്പെട്ടവർ. ഹിജ്റ 1347 ദുൽഖഅദ 23 ശനിയാഴ്ച ളുഹാ നിസ്കാരത്തിൻ്റെ നേരത്ത് ബഹുമാനപ്പെട്ടവർ മംഗലാപുരം ബന്ദറിൽ വെച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായി. മഹാനവർകൾ മറപെട്ട് കിടക്കുന്ന പരിശുദ്ധമായ ഈ പള്ളി സീനത്ത് ബഖ്ഷ് ജുമുഅ മസ്ജിദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഇത്. ഈ പള്ളിക്കും ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ട്. മഹാനരായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവും സംഘവും ഇന്ത്യയിൽ പണികഴിപ്പിച്ച പ്രധാനപ്പെട്ട പുരാതനമായ പള്ളികളിലൊന്നാണ് സീനത്ത് ബഖ്ഷ് ജുമുഅ മസ്ജിദ്.
ഒരു കാലത്ത് മാലിക് ഇബ്നു ദീനാർ വലിയ ജുമഅത്തു പള്ളി എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെട്ടിരുന്നത്. പിൻകാലത്ത് ഈ പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ടിപ്പു സുൽത്താൻ അവർകളായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ മകളുടെ വഫാത്തിൻ്റെ ശേഷമാണ് വലിയ ആശിഖായിരുന്നു, വലിയ ദാഇയുമായിരുന്നു. കേരളത്തിലും കർണാടകയിലും ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലുമെല്ലാം ഒരുപാട് ആളുകളെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് മഹാനരായ ജലാൽ മസ്താൻ അവർകൾ. ജീവിതത്തിലുടനീളം വലിയ വലിയ കറാമത്തുകൾ കാണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ. മഹാനരായ ജലാലുദ്ദീൻ മസ്താൻ അവർകളുടെ കവരത്തി ദ്വീപിലുള്ള ഒരു മുരീദ് ഒരിക്കൽ തൻ്റെ വീടിൻ്റെ സമീപം താമസിക്കുന്ന സംസാരശേഷിയോ ചലനശേഷിയോ ഇല്ലാത്ത ഒരു കുട്ടിയുടെ സങ്കടം ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മസ്താൻ അവർകളോട് അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സിയാറത്ത് ചെയ്ത മഹാനരായ ജലാലുദ്ദീൻ മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ നമ്മളിവിടെ സിയാറത്ത് ചെയ്ത മറ്റു മഹാരഥന്മാർ എല്ലാ ആളുകളുടെയും മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.